ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അച്ഛനെ. ചിലപ്പോ എന്നെ ഒരു ഇത്രയ്ക്ക് സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കും. ഒരൊറ്റ എന്തൊക്കെയാണ് പറയണത്? വെറുതെ എന്നെ കൂടി കരയിപ്പിക്കാൻ വേണ്ടിട്ട് കൊച്ചു പിള്ളേരെ പോലെ വിധമത പോടാ. നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതുപോലെയാ എനിക്ക് തോന്നുന്നത്. എന്നെ ഓർത്ത്, എന്റെ നിസ്സഹായ അവസ്ഥ ഓർത്ത് കണ്ണീര് കുടിച്ച എന്റെ ബാപ്പച്ചി പോയത്. താൻ സങ്കടപ്പെടാതോ? താനിങ്ങനെ കരയല്ലേ? തനിക്ക് ഞാനുണ്ട്. ഇനി കഷ്ടപ്പെടുത്താൻ ഞാൻ എന്റെ നൂറിന് ആർക്കും വിട്ടുകൊടുക്കില്ല. ഡാ, എനിക്കറിയാമായിരുന്നു നീ ഇവളെ കാണാൻ വേണ്ടി വരുമെന്ന്. ബാപ്പച്ചി മയ്യത്തായി പോയതിന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലടാ. ഇവന്റെ ആശ്വസിപ്പിക്കല് കിട്ടിയാലേ നിനക്ക് കിടന്നാൽ ഉറക്കം വരുള്ളൂ, അല്ലടി? വാടി ഇവിടെ വരാൻ. അടിച്ചൊതുക്കടാ ഇവനെ. വരാനാ പറഞ്ഞു. ഭാര്യയാണ്. ഞാനിവിടെ കൊണ്ടുപോകാമെന്നാണ്. എങ്ങോട്ട് കൊണ്ടുപോകാൻ? അതിനു മുമ്പ് നിന്റെ മയ്യത്ത് ഇവിടെ എടുക്കും, ഇല്ലെങ്കിൽ എടുപ്പിക്കും ഞാൻ. വാടി ഇവിടെ. ബാപ്പച്ചി അടക്കിയ കുഴി ശരിക്കും മൂടിയിട്ടില്ല. അതിനു മുമ്പ് അവൾ ഒളിച്ചോടാൻ പോകുന്നു. വാടി ഇവിടെ. ഇങ്ങോട്ട് അടിച്ചോടിക്കടാ അവന്റെ കയ്യും കാലും. അവൻ ഇവിടുന്ന് വന്ന കാലിൽ തിരിച്ചു പോവരുത്. ഓടി ഇവിടെ വരാൻ. ലോക്ക് ഓർന്നുണ്ടല്ലോ. വിഷ്ണുട്ടാ, അകത്താരെങ്കിലും ഉണ്ടോ? വിഷ്ണുട്ടാ, ഇതാര് ചെയ്തതാ? ഒരു വഴിയുണ്ട്. വാ വാ. ഇതിപ്പോ ഇവിടെ വന്ന് അവസാനിക്കുകയാണല്ലോ.
അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട്. എന്റെ അമ്മോ, കൊള്ളാലോ. വിഷ്ണുട്ടാ, ഇത് ആ, ഇത് ചെയ്ത് വേറെ ആരുമല്ല. ഞങ്ങളാ ഞങ്ങളാ ചെയ്തത്. എന്റെ സ്വന്തം ഏട്ടനെ ഏട്ടത്തമ്മയ്ക്ക് മണിയറ ഒരുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതാ. കാര്യം പറഞ്ഞപ്പോ എന്റെ ഒപ്പം കൂടാൻ ഇവളും പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങളെ രണ്ടാളെ ഞെട്ടിച്ച് കളയാന്ന് ഞാനും കരുതി. ആശ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? എടാ പൊട്ട, ഇത് സിനിമയല്ല, ജീവിതമാ. പച്ചയായിട്ടുള്ള ജീവിതം, മനസ്സിലായ? ഇവിടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം മാത്രം മതി. അതിനിങ്ങനെ ഒരു അലങ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആശാനെ, ഈ സിനിമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? ഈ നമുക്ക് കാണിക്കാൻ പറ്റാത്തതൊക്കെ അവര് കാണിക്കുമ്പോ അവരോട് തോന്നുന്ന ഒരു ആരാധന. ആ ആരാധനയിൽ നിന്നൊരു ഹീറോ ഉണ്ടാവുന്നു. ഇവിടെ എന്റെ ഹീറോ എന്ന് പറയുന്നത് എന്റെ ആശാനെ. ഏട്ടത്തിയമ്മ എന്റെ ആശാന്റെ നായികയും. നിങ്ങൾ നായകനും നായികയും കൂടി സ്വസ്ഥവും സുന്ദരമായിട്ട് ഒരു ദിവസം സന്തോഷത്തോടെ ജീവിച്ചു കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളതൊക്കെ ഒരുക്കിയതേ. ആശാനെ, എന്റെ ലോകം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാളാ. നിങ്ങളുടെ മുഖം ഒന്ന് കറുത്താ മതി, ഇതേ അതിന്റെ ചങ്കിൽ ആശാനെ വന്ന് കൊള്ളുക. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ആശാനെ. ചിലപ്പോ എന്നെ ഒരു ഇത്രയ്ക്ക് സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കും. ഒരൊറ്റ എന്തൊക്കെയാണ് പറയണത് വെറുതെ എന്നെ കൂടി കരയിപ്പിക്കാൻ വേണ്ടിട്ട്. കൊച്ചു പിള്ളേരെ പോലെ വിധമത പോടാ.